നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3 എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസിലെ 8th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് എക്സ് ബൈ 3 പ്ലസ് എക്സ് ബൈ 5 ഈസ് ഈക്വൽ ടു 16/15 ഫൈൻഡ് ദ റാഷണൽ നമ്പർ എക്സ്. അപ്പോൾ എക്സ് ബൈ 3യും എക്സ് ബൈ 5ഉം കൂടെ ആഡ് ചെയ്താൽ 16/15 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂമറേറ്റർ നമുക്ക് എക്സ് എന്നാണ് തന്നിട്ടുള്ളത്. ആ എക്സ് ന്യൂമറേറ്ററിൽ വരുന്ന റാഷണൽ നമ്പർ എന്താണ് എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എക്സ് ബൈ 3 പ്ലസ് എക്സ് ബൈ 5 ഇസ് ഈക്വൽ ടു 16/15. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ LHSൽ നമ്മൾ LCM എടുക്കുന്നു. LCM എന്ത് വരും? 15 എന്ന് വരും അല്ലേ? 15 ന്യൂമറേറ്റർ എന്ത് വരും? ഇവിടെ 15 ആണെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 5 ഇൻറ്റു എക്സ് 5 ഇൻറ്റു 3 അപ്പോൾ 5x വരും. പ്ലസ് ഇവിടെ 15 ആണെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ 3x is equal to 16/15. 5x plus 3x is 8x. 8x by 15 is equal to 16/15. ഇവിടെ ന്യൂമറേറ്റർ രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് ന്യൂമറേറ്റേഴ്സിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വന്നു? 8x is equal to 16. ഇവിടുന്ന് x is equal to 16/8 is equal to 2. അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാഷണൽ നമ്പർ എത്രയാണ് നമുക്ക് കിട്ടിയത്? 2 എന്ന് കിട്ടി. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് എ ആൻഡ് ബി ബി ടു നോൺ സീറോ റാഷണൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എ പ്ലസ് 1/b ഈസ് ഈക്വൽ ടു 0. വിത്തൗട്ട് അസൈനിങ് എനി ന്യൂമറിക്കൽ വാല്യൂ ഡിറ്റർമിൻ വെദർ എ ബി ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് എയും ബിയും രണ്ട് നോൺ സീറോ റാഷണൽ നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ പ്ലസ് 1/b 0 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എയുടെയും ബിയുടെയും ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യാതെ എ ബി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ പറയണം. അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താ? എ പ്ലസ് 1/b ഈസ് ഈക്വൽ ടു 0. ഇതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്യുന്നു. അതായത് 1/bയെ ഈക്വൽസിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1/b. ഇനി ഞാൻ ബിയെ എന്ത് ചെയ്യുന്നു? LHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1. അപ്പോൾ എ ബി നമുക്ക് നെഗറ്റീവ് 1 എന്ന് കിട്ടി അല്ലേ? സോ എ ബി ഈസ് നെഗറ്റീവ്. എ ബി നെഗറ്റീവ് ആണ്. നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാതെ തന്നെ നമ്മൾ പറഞ്ഞു എ ബി എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ. A rational number has a terminating decimal expansion whose last non-zero digit occurs in the 4th decimal place. അപ്പോൾ ഒരു റാഷണൽ നമ്പറിൻ്റെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് വരുന്നത് എന്തായിരിക്കണം? നോൺ സീറോ ഡിജിറ്റ് ആയിരിക്കണം. അതായത് ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡിജിറ്റ്സിൽ ഏറ്റവും ലാസ്റ്റിൽ വരുന്നത് 0 ആകാൻ പാടില്ല എന്നാണ് അർത്ഥം. അത് എവിടെയാണ്? 4th ഡെസിമൽ പ്ലേസിലാണ് ആ ഡിജിറ്റ് വരേണ്ടത്. ഓക്കെ. ഷോ ദാറ്റ് സച്ച് എ നമ്പർ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം p/10⁴. എന്തുകൊണ്ടാണ് ഇവിടെ 10⁴ വന്നത്? ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഏത് പ്ലേസിലാണ്? 4th പ്ലേസിലാണ്. 4th ഡെസിമൽ പ്ലേസിലാണ്. അതിൻ്റെ അർത്ഥം ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 പ്ലേസസ് ഉണ്ട്. അതുകൊണ്ടാണ് 10⁴ വന്നത് കേട്ടോ. വേർ പി ഈസ് ആൻ ഇൻറ്റിജർ നോട്ട് ഡിവിസിബിൾ ബൈ 10. അപ്പോൾ നമ്മളെടുക്കുന്ന ആ ഇൻറ്റിജർ എന്തായിരിക്കണം? നോട്ട് ഡിവിസിബിൾ ബൈ 10 ആയിരിക്കണം. നോട്ട് ഡിവിസിബിൾ ബൈ 10. ഡിവിസിബിൾ ബൈ 10 എന്ന് വെച്ചാൽ എന്താ? വൺസിൻ്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പം ലാസ്റ്റ് വരുന്നത് നോൺ സീറോ ഡിജിറ്റ് ആണ് എന്ന് നമ്മളോട് ഫസ്റ്റിലേ പറഞ്ഞു. അതായത് 0 വരാൻ പാടില്ല. അപ്പോൾ പി ഈസ് ആൻ ഇൻറ്റിജർ നോട്ട് ഡിവിസിബിൾ ബൈ 10 എന്ന് വെച്ചാൽ വൺസിൻ്റെ പ്ലേസിൽ 0 വരാൻ പാടില്ല, 10 കൊണ്ട് ഡിവിസിബിൾ ആകാൻ പാടില്ല എന്നർത്ഥം. ഈസ് ഇറ്റ് നെസസറി ദാറ്റ് ദ ഡിനോമിനേറ്റർ ഓഫ് ദിസ് റാഷണൽ നമ്പർ വെൻ റിട്ടൺ ഇൻ ദ ലോവസ്റ്റ് ഫോം ഈസ് ഡിവിസിബിൾ ബൈ 2⁴ ഓർ 5⁴? ഗിവ് റീസൺ. അപ്പോൾ നമ്മൾ ഈ റാഷണൽ നമ്പറിനെ ഇതിൻ്റെ ലോവസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ ഡിനോമിനേറ്ററിനെ 2⁴ അല്ലെങ്കിൽ 5⁴ കൊണ്ട് ഡിവിസിബിളായിട്ട് എഴുതേണ്ടത് നെസസറി ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം
ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് എന്ന് റാഷണൽ നമ്പറിന് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ഉള്ളതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആകുമ്പോൾ എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ വീഡിയോസിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടുവരണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ റാഷണൽ നമ്പറിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് എങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, 10ൻ്റെ പവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്തെഴുതാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം. അങ്ങനെയുള്ളതാണെങ്കിലാണ് നമ്മളതിനെ ടെർമിനേറ്റിംഗ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിനെ നമ്മൾ ഏത് ഫോമിൽ എഴുതണമെന്നാണ് പറഞ്ഞേ, p/10⁴. അപ്പോൾ ഇവിടെ 10ൻ്റെ പവേഴ്സിൽ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ 10ൻ്റെ പവേഴ്സിൽ എഴുതുമ്പം അതിൽ ഫാക്ടേഴ്സ് എടുത്താൽ 2ഉം 5ഉം 10ൻ്റെ ഫാക്ടേഴ്സ് 2ഉം 5ഉം വരും. അപ്പോൾ നമ്മളിതിനെ റാഷണൽ നമ്പറായിട്ട് എഴുതുമ്പോൾ 2⁴ഉം 5⁴ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം എന്താ, റാഷണൽ നമ്പർ എന്ന് വെച്ചാൽ എന്താ, റാഷണൽ നമ്പർ എന്ന് വെച്ചാൽ p/q ഫോമിൽ എഴുതാൻ കഴിയണം. പിയും ക്യൂവും കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. അതായത് 1 അല്ലാതെ വേറെ ഫാക്ടേഴ്സ് വരാൻ പാടില്ല. അപ്പോൾ ഡിനോമിനേറ്ററിൽ 2ഉം 5ഉം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ റാഷണൽ നമ്പർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളതിനെ എക്സ് എന്നെടുക്കുന്നു. ലെറ്റ് ദ റാഷണൽ നമ്പർ ബി എക്സ്. അപ്പോൾ ഈ റാഷണൽ നമ്പറിന് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് സ്റ്റോപ്പ് ആകും അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതല്ല. എത്ര പ്ലേസസ് ഉണ്ട്, 4 പ്ലേസസ് ഉണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് 0 ആകാൻ പാടില്ല. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, x = 0. അപ്പോൾ നമുക്കിവിടെ ഡിജിറ്റ്സ് ഒന്നും ഏതാണെന്ന് അറിയില്ല, അതുകൊണ്ട് നമുക്കിതിനെ ഡിജിറ്റ്സിനെ A1 A2 A3 A4 എന്നെടുക്കാം കേട്ടോ. A1 A2 A3 A4 ഇങ്ങനെ നമ്മൾ എക്സിനെ എടുക്കുന്നു. നമ്മുടെ റാഷണൽ നമ്പറിനെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ഇവിടെ A4 ≠ 0 ആയിരിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞേ, p/10⁴ ആക്കി എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഡെസിമൽ നമ്പർ, ഇപ്പോൾ നമുക്കൊരു ഡെസിമൽ നമ്പർ തരുവാണ് 0.2345. ഇങ്ങനെ ഒരു ഡെസിമൽ നമ്പർ തരുന്നു. ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി എങ്ങനെയാണ് എഴുതുന്നത്, ഡെസിമൽ നമ്പർ മാറ്റും അല്ലേ, ഡെസിമൽ പോയിന്റ് മാറ്റും. 2345 ഡിവൈഡഡ് ബൈ, ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടോ അത് പവറാക്കി എഴുതും. അതായത് 10⁴. ദാറ്റ് മീൻസ് 1 എഴുതിയിട്ട് 4 zeros വരും. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇതിനെ നമുക്ക് 2345 ഡിവൈഡഡ് ബൈ 10⁴ എന്ന് എഴുതാം. അപ്പോൾ നമ്മളിതിനെ ഡെസിമൽ പോയിന്റ് മാറ്റി നമ്മളിതിനെ എഴുതുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം, A1 A2 A3 A4 ഡിവൈഡഡ് ബൈ 10⁴. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റാണ്, അതുകൊണ്ട് 10⁴ എന്ന് നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ A4 ≠ 0 ആണല്ലേ, സിൻസ് A4 ≠ 0. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, P ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതിനെ ഞാൻ P ആയിട്ട് എടുക്കുന്നു. അതായത് A1 A2 A3 A4നെ P ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കിയേ, A4 ≠ 0 ആണെങ്കിൽ P ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 10. ഓക്കെ, ഇനി നമ്മൾ 10⁴ ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെ വരും, 10നെ നമുക്ക് 2 × 5 എന്നെഴുതാം, ദ ഹോൾ റേസ് ടു 4. ഇതെന്താവും, 2⁴ × 5⁴ എന്നാവും. അപ്പോൾ ഇവിടെ നമ്മൾ p/10⁴, ഇതിനെ നമുക്ക് p/10⁴ എന്ന് എഴുതാം. p/10⁴ ലോവസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും, കോമൺ ഫാക്ടറായ 2ഓ 5ഓ എന്ത് ചെയ്യും, ഇവിടെ ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് റാഷണൽ നമ്പർ ആണെങ്കിൽ എന്തായിരിക്കണം, നമ്മളതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. കോമൺ ഫാക്ടർ 1 മാത്രമേ വരാൻ പാടുള്ളൂ, ആ ഒരു ഫോമിൽ നമ്മൾ എഴുതണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിനെ 2⁴ കൊണ്ടോ 5⁴ കൊണ്ടോ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ലോവസ്റ്റ് ഫോമിലാക്കേണ്ടത് നെസസറി ആണ്. ഓക്കെ, അപ്പോൾ വെൻ p/10⁴ is written in lowest terms, common factors of 2, കോമൺ ഫാക്ടറിന് ഞാൻ CF എന്ന് എഴുതുവാണ്. കോമൺ ഫാക്ടേഴ്സ് ഓഫ് 2
or 5 may cancel. Therefore, it is necessary that the denominator in the lowest form is divisible by 2 raised to 4 or 5 raised to 4. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനും ഇത് എളുപ്പമായിരിക്കും. റാഷണൽ നമ്പർ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് എങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്ററിനെ നമുക്ക് 10ൻ്റെ പവേഴ്സിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി റാഷണൽ നമ്പർ എന്ന് വെച്ചാൽ എന്താ? P/Q ഫോമിൽ എഴുതുന്നതാണ്. അതിന് 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് വരാൻ പാടില്ല. അതുപോലെ നമ്മളതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റും. അപ്പോൾ 10⁴ വരുമ്പോൾ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റും. അപ്പോൾ 2⁴ കൊണ്ടോ 5⁴ കൊണ്ടോ ഡിവൈഡ് ചെയ്യേണ്ടത് നെസസറി ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.